ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തമ്പനയിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ ഓണം വെക്കേഷൻ്റെ സമയത്ത് മൈസൂരിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അന്ന് ഞങ്ങൾ പുലർച്ചെ 4:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈസൂരിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടൂരിൽ നിന്ന് മൈസൂരിലേക്ക് എളുപ്പം നാടുകാണി ചുരം വഴിയാണ്. വഴിക്കടവ് നാടുകാണി ചുരം വഴി ഗൂഡല്ലൂരിലൂടെയാണ് ഞങ്ങൾ സാധാരണ പോവാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നാടുകാണി ചുരത്തിൽ പണിയൊക്കെ നടക്കുന്നത് കാരണം പോവില്ല, വണ്ടികളൊന്നും പോവില്ല, അവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നേരം വെളുത്ത് തുടങ്ങി, ഏകദേശം വെളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലൊന്നും ബ്ലോക്കില്ല ഈ ഒരു സമയത്തായതുകൊണ്ട്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂർ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൈസൂരിലേക്ക് പോയത് നാടുകാണി ചുരം വഴി ഗൂഡല്ലൂർ ബന്ദിപ്പൂർ വഴിയാണ് പോയത്. അപ്പോൾ ആ സമയത്ത് റോഡ് സൈഡിലൊക്കെ മൃഗങ്ങളെയൊക്കെ കണ്ടിരുന്നു, മാനിനെയും ആനിനെയും ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, ഇപ്പോൾ കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഇപ്പോൾ ഫോറസ്റ്റ് തന്നെയാണ്. ഇനി കുറച്ചും കൂടെ പോയാൽ ഗുണ്ടൽപേട്ടിലെത്തും. ഇപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണ്ടൽപേട്ടിൽ എത്തിയാൽ ഉള്ള പ്രത്യേകത പറഞ്ഞാൽ രണ്ട് സൈഡിലും സൺഫ്ലവറിൻ്റെ തോട്ടങ്ങളും അതുപോലെ മല്ലികത്തോട്ടങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ സൺഫ്ലവറൊക്കെ ഇപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ട്, നല്ല ചൂടാണ് ഇവിടെ, നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു മല്ലികത്തോട്ടം കണ്ടപ്പോൾ അവിടെ ഒന്ന് നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നഞ്ചരിങ്കുണ്ട് കഴിഞ്ഞ് കുറച്ചും കൂടെ ദൂരം പോയാൽ മൈസൂർ ടൗൺ എത്തുന്നതിൻ്റെ ഒരു 2 കിലോമീറ്റർ മുന്നേ ആയിട്ട് ഒരു ബേഡ്സിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ അവിടെ ഒരു ബോൺസായി ഗാർഡനും കൂടി ഉണ്ട്. അപ്പോൾ ഈ സെൻറ്ററിലുള്ള പക്ഷികളൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും അവർ സമ്മതിക്കില്ല കൂടിൻ്റെ ഉള്ളിൽ കയറിയാൽ. പിന്നെ നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ക്യാമറാമാൻ ഉണ്ട്. അപ്പോൾ അവർ അതിൻ്റെ കൂടിൻ്റെ ഉള്ളിലേക്ക് പക്ഷികൾക്കുള്ള ഫ്രൂട്ട്സ് ആയിട്ട് നമ്മളെ കയറ്റിയിട്ട് പ്ലേറ്റിലാക്കിയിട്ട് ആ പ്ലേറ്റിൽ വന്ന് പക്ഷികൾ ഇരിക്കുന്ന സമയത്ത് അവർ ഫോട്ടോ എടുത്തിട്ട് കോപ്പിയൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് ഷുക്വാന ബേർഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ ഇവിടെ ഉള്ളിൽ കയറാൻ ടിക്കറ്റൊന്നുമില്ല. അപ്പോൾ ഉള്ളിലുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നല്ല വില കൂടിയ പക്ഷികളൊക്കെ ഉണ്ട്, പല ടൈപ്പിലുള്ള മെക്കാവോസ്, കോക്ടെയിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ബോൺസായി ഗാർഡൻ ഉണ്ട്. ഇവിടെ 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന്. ഇവിടെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഇവിടെ 60-70 വർഷം മുമ്പുള്ള വൃക്ഷങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ പുളിയിലൊക്കെ കായൊക്കെ വന്നിട്ട് ിലുള്ള ഒരു ബോഗൺവില്ലയാണിത്. ഓരോ വൃക്ഷത്തിന്റെ താഴെയും അതിന്റെ പേരും ഇയറും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
ഈ പ്ലാവ് 1942-ലുള്ളതാണ്. പക്ഷികളെയും ഗാർഡനൊക്കെ കണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോത്തിന് സമയം ഉച്ചക്ക് 12 മണിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മൈസൂർ പാലസിലേക്കാണ് പോയത്. നമുക്ക് വില്ലയിലാണ് റൂം നൽകുന്നത്. അപ്പോൾ 12 വില്ലകളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അപ്പോൾ ഓരോ വില്ലയിലും 5 ബെഡ്റൂമും പിന്നെ കിച്ചണും അതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു ഹാളും കൂടെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒന്നിച്ച് വരുന്നവർക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ സമയം പോകാൻ വേണ്ടിയിട്ട് കുറേ സൈക്കിളുകളും ഉണ്ട് അവിടെ. അപ്പോൾ വലിയവർക്ക് വേണമെങ്കിലും സൈക്കിൾ ഉണ്ട്, വലിയ സൈക്കിളും ചെറിയ സൈക്കിളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 5 മണിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ വൃന്ദാവൻ ഗാർഡനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് ദൂരമുള്ള ഗാർഡനിലേക്ക്. ഇന്ന് അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നല്ല തിരക്കാണ്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്ന ശേഷം പിന്നെ രാത്രിയാണ് റൂമിലേക്ക് മടങ്ങിയത്.
അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ ഇവിടെ നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വില്ലയുടെ ബാക്ക് സൈഡാണ്. ഈ സൈഡിലാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അപ്പോൾ മക്കൾ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി ഫ്രഷ് ആയതിനു ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശാലമായിട്ടുള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടുന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും ഞങ്ങൾ ഇവിടേക്ക് തന്നെ വന്നത്. അപ്പോൾ ഈ വില്ലയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് 10 മണിയായപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങി. ഇനിയും മൈസൂരിൽ പോവുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. സൂവും ചാമുണ്ഡി ഹില്ലൊന്നും പോയിട്ടില്ല. അപ്പോൾ അവിടേക്കും കൂടി പോകുമ്പോഴത്തേന് പിന്നെ ഒരുപാട് സമയമാവും. 9 മണിയാകുമ്പോഴത്തേന് പിന്നെ ചെക്ക് പോസ്റ്റ് അടക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ മടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.